വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. ഇന്ന് നമ്മൾ ഓ എന്ന അക്ഷരവും ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നവുമാണ് പഠിക്കാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിച്ച് വായിച്ച് എഴുതി പഠിക്കണം കേട്ടോ. ഓമന, ഓണം, ഓട്ടോ, ഓട്ടം, ഓല, ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ, ഓട്, ഓട്ടക്കാരൻ, ഓട്ടക്കാരൻ, ഓക്കാനം, ഓർമ്മ, ഓളം, ഓശാരം, ഓമൽ, ഓഹരി, ഓജസ്, ഓണപ്പൂവ്, ഓരി, ഓലപ്പീപ്പി. ഇനി ഈ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കുക. ഓ ചിഹ്നം ചേർത്ത വാക്കുകൾ നോക്കാം. മോതിരം, കോഴി, തോണി, ഗോതമ്പ്, പോത്ത്, റോസ്, കോടാലി, നോട്ട്, തോക്ക്, കോട്ട, ചോറ്, ബോൾ, പോഷകാഹാരം, ചോദ്യം, ബോർഡ്. ഈ വാക്കുകളെല്ലാം 5-10 തവണ എഴുതി പഠിക്കുക. ഓ ചിഹ്നം ചേർത്ത് എഴുതിയ അക്ഷരങ്ങൾക്ക് മറ്റൊരു നിറം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് ഓരോ അക്ഷരത്തിനും ഓ ചിഹ്നം ചേർത്ത് എഴുതി നോക്കിയാലോ. ട, ടോ, ല, ലോ, പ, പോ, ഷ, ഷോ, മ, മോ, വ, വോ, റ, റോ, ഷ, ഷോ, ഹ, ഹോ, യ, യോ, ള, ലോ. ഇതുപോലെ ഓരോ അക്ഷരത്തിനും ഓ ചിഹ്നം ചേർത്ത് എഴുതി പഠിക്കുക. കഥ, കോത, ത, തോ, തറ, തോര, കടല, കോടാലി, പല, പോല, കടം, കോടം, പട, പോട, മുടി, മോടി, മണി, മോണി, അടി, ഓടി, തുടി, തോടി, തളി, തോളി, കരം, കോരം, ചര, ചോര, ചതി, ചോതി, കട, കോട. ഇനി ഇതിലെ ഓരോ പദജോഡികളും 5-10 തവണ പറഞ്ഞെഴുതി പഠിക്കുക. കക, കിക്കി, കുക്കു, കൃ, കെക്കെ, കൈ, കൊക്കോ. ച, ച, ചി, ചി, ചുചു, ചിർ, ചെ, ചൈ, ചോ, ചോ. ട, ട, ടി, ടി, ടുടു, ട്ർ, ടെ, ടൈ, ടോ, ടോ. ത, ത, തി, തി, തുതു, തൃ, തെ, തൈ, തോ, തോ. ഇതുപോലെ ഓരോ അക്ഷരങ്ങൾക്കും, പ്രത്യേകിച്ച് നിങ്ങളെപ്പോഴും മറന്നു പോകുന്ന അക്ഷരങ്ങൾക്ക് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ചിഹ്നങ്ങളും ചേർത്ത് ഇതുപോലെ വായിച്ച് എഴുതി പഠിക്കുക. ആ മുതൽ ഓ വരെയുള്ള എല്ലാ ചിഹ്നങ്ങളും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കൂ. ഇനി ഓ എന്ന അക്ഷരം ഒന്നുകൂടെ മനസ്സിലുറപ്പിക്കാനായി കുറച്ചധികം വാക്കുകളും സെൻറ്റൻസുകളും നമുക്ക് പഠിക്കാം. ഓരോ സെൻറ്റൻസും 5 തവണയെങ്കിലും വായിച്ച് എഴുതി പഠിക്കണം. ഓരോ പ്രഭാതവും പുതിയ പ്രതീക്ഷകളും പുതിയ അവസരങ്ങളുമാണ്. തോൽക്കാത്ത മനസ്സുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കും. മോഹങ്ങൾ വലുതാകട്ടെ, അവ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്കുള്ള കഴിവുകൾ അതിലുപരി വലുതാണ്. തോൽവി ഒരു അവസാനമല്ല, മറിച്ച് അടുത്ത വിജയത്തിലേക്കുള്ള പാഠമാണ്.
ലോകം നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ആത്മവിശ്വാസം ഏറ്റവും വലിയ ആയുധമാണ്. പോരാട്ടങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്, അവ നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. മോഹങ്ങൾ വലുതാകട്ടെ, സ്വപ്നങ്ങൾ അതിലും വലുതാകട്ടെ. ലോകം നിങ്ങളുടെ ചിറകിലാണ്, ഉയരങ്ങളിലേക്ക് പറക്കുക. ഓരോ തിരിച്ചടിയും പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ്. ഓരോ ചെറിയ ശ്രമവും വലിയ വിജയത്തിന് കാരണമാകും. ഓരോ നിമിഷവും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവട് വെക്കാൻ ഉപയോഗിക്കുക. ഓർമ്മിക്കുക, നിങ്ങളുടെ കഴിവുകൾക്ക് അതിരുകളില്ല. ഓടിത്തളരുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനം അടുത്ത് തന്നെയുണ്ട്. ഓരോ ചെറിയ വിജയവും വലിയ സ്വപ്നങ്ങളിലേക്കുള്ള പടിയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓണം വരുമ്പോൾ പൂക്കളമിടാൻ നല്ല രസമാണ്. പുഴ കടക്കാൻ തോണി ഉപയോഗിക്കാം. കോവളം ഒരു മനോഹരമായ സ്ഥലമാണ്. ജോലിക്കാരൻ ജോലി കൃത്യമായി ചെയ്തു. കോപം നല്ലതല്ല, അത് നിയന്ത്രിക്കണം. ഗോപൻ ആനയെ കാണാൻ പോയി. അവന് ഡോക്ടറാകാൻ വലിയ മോഹമാണ്. ചോദ്യം വ്യക്തമല്ലാത്തത് കൊണ്ട് ഉത്തരം നൽകാൻ പ്രയാസമാണ്. ടീമിൻ്റെ തോൽവി അവരെ വിഷമിപ്പിച്ചു. കോഴി കൂവുന്നത് നേരം പുലർന്നതിൻ്റെ ലക്ഷണമാണ്. ഓമനക്കുട്ടി മരത്തിൽ ഓല വരച്ചു. രാജാവ് കോട്ട ഭരിച്ചു. ഇനി നമുക്കൊരു കഥ വായിക്കാം. കഥയിലെ ഓരോ വരിയും എഴുതി പഠിക്കണം കേട്ടോ. ഓമനയുടെ ഓണക്കോടി. ഒരിടത്ത് ഓമന എന്ന പേരായ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഓണം വരുമ്പോൾ അവൾക്ക് പുതിയൊരു ഓണക്കോടി കിട്ടും. അതോർത്ത് അവൾ എല്ലാ ദിവസവും കാത്തിരുന്നു. അങ്ങനെ ഓണം വന്നു. ഓമന തൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ മേശപ്പുറത്ത് ഒരു പൊതി ഇരിക്കുന്നത് കണ്ടു. അവൾ സന്തോഷത്തോടെ അത് തുറന്നു നോക്കി. മനോഹരമായ ഒരു ഓണക്കോടി. അന്ന് വൈകുന്നേരം ഓമന തൻ്റെ ഓണക്കോടിയും അണിഞ്ഞ് മുറ്റത്ത് ഇറങ്ങി. ഓമന ഓടി ഓടി മുറ്റത്ത് കളിച്ചു. ഓണം അവൾക്ക് വലിയ സന്തോഷം നൽകി. ഇനി മറ്റൊരു കഥ കൂടി നോക്കാം. തോമസിൻ്റെ മോതിരം. ഒരു ഗ്രാമത്തിൽ തോമസ് എന്നു പേരുള്ള ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. അയാൾക്കൊരു മോതിരം കിട്ടി. ആ മോതിരം കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. അത് തോമസിന് വലിയ സന്തോഷം നൽകി. ഒരു ദിവസം തോമസ് പുഴക്കരയിലൂടെ നടന്നു പോകുമ്പോൾ പുഴയിൽ ഒരു തോണി കിടക്കുന്നത് കണ്ടു. അവൻ തോണിയിൽ കയറി അക്കരെ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവൻ്റെ കയ്യിൽ നിന്ന് മോതിരം പുഴയിലേക്ക് വീണുപോയത്. തോമസിന് വലിയ മോഹഭംഗമുണ്ടായി. അവൻ കോട്ട കെട്ടി അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് ഒരു കോഴി അവിടേക്ക് പറന്നു വന്നു. അത് ഗോപൻ എന്ന തോണിക്കാരൻ്റെ കോഴിയായിരുന്നു. ഗോപൻ ഉടനെ തന്നെ അവിടേക്ക് ഓടി വന്നു. തോമസ് തൻ്റെ വിഷമം ഗോപനോട് പറഞ്ഞു. ഗോപൻ ധൈര്യപൂർവ്വം വെള്ളത്തിൽ ചാടി തോമസിൻ്റെ മോതിരം മുങ്ങിയെടുത്തു കൊടുത്തു. തോമസിന് വലിയ സന്തോഷമായി. അവൻ ഗോപനോട് നന്ദി പറഞ്ഞു.